പാർട്ട് 3 ആണ്. ഓക്കെ, ഇതിലൂടെ അവസാനിച്ചിട്ടോ. ഇനി ഇതിനെ കുറിച്ച് നമ്മളൊരു കാര്യങ്ങളൊന്നും പറയൂല. അപ്പൊ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറഞ്ഞ ഡെലിവറിക്ക് ശേഷം ഉള്ള കാര്യങ്ങളാണ്. അതായത് നമ്മൾ മദാരി ഹോസ്പിറ്റലിലോട്ട് 30 ദിവസത്തെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അങ്ങോട്ട് മാറിയായിരുന്നു. ഈ ഒരു സ്റ്റോറി പറയുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടപ്പെടുന്ന സ്റ്റോറിയാണ് കേട്ടോ. കാരണം ഈ ഒരു അത്യാവശ്യം സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആ ഒരു മാസങ്ങളിലാണ് നമ്മുടെ ലൈഫിൽ നമ്മളെ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ലൈഫിൽ കടന്നു വന്ന. അത്രയും എല്ലാ ഹാപ്പിയിലും നിന്ന ഒരു മനുഷ്യന്മാരുടെ ഇടയിൽ, ആളുകളുടെ ഒരു കുടുംബത്തിന്റെ ഇടയിൽ വലിയൊരു സംഭവം നടക്കുന്നത് ഒക്കെ അതിൽ പറഞ്ഞുതരാം. അതായത് മദാരി ഹോസ്പിറ്റലിലോട്ട് എത്തി ചികിത്സ കാര്യങ്ങളെല്ലാം തുടങ്ങി, നല്ല കാര്യങ്ങളൊക്കെ ഓക്കെ ആയി, ഇവളും ഒന്ന് ഓക്കെ ആയി വരുന്ന ടൈമിലാണ് ആ ടൈമിലൊക്കെ ഉപ്പ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അതായത് മുടി കളച്ചിലിനും ഉപ്പ വന്നായിരുന്നു, പിന്നെ കുട്ടിയെ കാണാനും ഉപ്പ വന്നായിരുന്നു. ഉപ്പാക്ക് സത്യം പറഞ്ഞാൽ ഇപ്പൊ താഹിർ തന്നെ പറഞ്ഞായിരുന്നു അന്ന്, നമ്മൾ ഉപ്പ എന്താണ് വീട്ടില് ഇപ്പോൾ കുട്ടിയെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ 5 മണി തൊട്ട് ഉപ്പ കൈയും കാലൊക്കെ കഴുകി അവിടെ ഇങ്ങനെ ഇരിക്കൽ തുടങ്ങി കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട്. വയ്യാത്ത ആള് കുട്ടിയെ കാണാൻ വേണ്ടി ഒരുങ്ങി കെട്ടിയിരിക്കുകയാണ്. അങ്ങനെ കുട്ടിയെ കാണാൻ വന്ന് ഉപ്പാക്ക് ഇന്നില്ലാത്ത സന്തോഷമായിരുന്നു കുട്ടിയെ കാണുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന്. അങ്ങനെ കുട്ടിയൊക്കെ കണ്ട് കുട്ടീനെ കുറേ നേരം കയ്യിലൊക്കെ എടുത്ത് ഇപ്പൊ വരാൻ തന്നെ കൂട്ടാക്കിയായിരുന്നു. എന്നിട്ട് ഉപ്പ കുറച്ചു നേരം വൈകിട്ടൊക്കെ നമ്മളങ്ങനെ ഉപ്പാൻ്റെ കൂടെ ഉമ്മ അങ്ങനെ നാട്ടിലോട്ട് തിരിക്കുകയുണ്ടായി. അങ്ങനെ വീണ്ടും പിന്നെ ഉപ്പ അടുത്തത് വരുന്ന എവിടേക്കാണ്? മദാരി ഹോസ്പിറ്റൽ. ആകെ 2 വട്ടം വന്നിട്ടുള്ളൂ. അത് ഇവിടേക്ക് വന്നിട്ടില്ലല്ലേ? മദാരി ഹോസ്പിറ്റലിലോട്ട് വന്നു അല്ലേ? അവിടേക്ക് 2 വട്ടം വന്നു ഇല്ല, അവിടെ ഒറ്റ മുടി കളച്ചിലിന് മാത്രമേ വന്നുള്ളൂ. അതിന് ശേഷമാണ് ഹോസ്പിറ്റലിൽ പോയി. അതായത് പിന്നെ നമ്മൾ 7-ന് നമ്മൾ മുടി കളച്ചില്, 7-ന് വെച്ച് 14-ന് കുട്ടികളെ 14-ന് നമ്മൾ മുടി കളച്ചിലിന് വെക്കുമ്പോഴും ഉപ്പയും ഞാനും ഉമ്മയും മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ മുടി കളച്ചിലിന്. പിന്നെ ഇവിടെ അനിയത്തി ഓളും ഉമ്മയും. ഓക്കെ, അങ്ങനെ ഞങ്ങൾ മുടി കളച്ചിന് വരുമ്പോൾ ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉപ്പാലയിൽ തന്നെയായിരുന്നു കുട്ടി ഉണ്ടായിരുന്നത്. അങ്ങനെ ചിലപ്പോൾ എന്താണ് ആ ഒരു സിറ്റുവേഷനൊക്കെ അങ്ങനെ കഴിഞ്ഞു പോയി. പിന്നെ അതുവരെ ഇവളോട് ഞാൻ പറഞ്ഞ് എന്താണ് ഇവളുടെ ഉപ്പ ഗൾഫിൽ നിന്ന് വരാൻ ഉണ്ടായിരുന്നു. അല്ല, സിനുവിൻ്റെ ഉപ്പ ഗൾഫിൽ നിന്ന് വരാൻ 28-ാം തീയതി ആ ടൈമിൽ എനിക്ക് ഓർമ്മയുണ്ട്. എനിക്കതൊന്നും മറക്കാൻ പറ്റില്ല. അങ്ങനെ ഇവൾ പറഞ്ഞു ഇനിയിപ്പോൾ ആ 28-ാം തീയതി വരുമ്പോൾ ഇവൾക്ക് ഉമ്മാക്കും അനിയത്തിക്കൊക്കെ പോകേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ എന്നോട് വെച്ച് നിങ്ങൾ ആ ദിവസം നിൽക്കുക വെച്ചപ്പോൾ എൻ്റെ തല പോയാലും ഞാനിവിടെ നിൽക്കുന്നു പറഞ്ഞു. ഞാൻ 2-3 ദിവസമൊക്കെ ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ അത് പ്രതീക്ഷിച്ച് ഇവൾക്ക് അപ്പോഴും പിന്നെ ഇങ്ങനെ ഓരോ ഡിപ്രഷൻ്റെ ആളാണല്ലോ ഇവളിങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് എന്നോട് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞാൽ മൂഡ് സീൻ്റെ ആളാണ്, കുറച്ച് അവളെ കെയർ ചെയ്യണം എന്നൊക്കെ എന്നോട് പറയുന്നത്. എന്തോ ഒക്കെ ആയിക്കോട്ടെ, എന്തായാലും അനുഭവിച്ചതൊക്കെ അല്ലേ. അങ്ങനെ ഹോസ്പിറ്റലിലോട്ട് പിന്നെ ഉപ്പനെ മാറ്റുകയാണ് നമ്മള്. തൃശ്ശൂരിലോട്ട് വീണ്ടും കൊണ്ടുപോകും. അതായത് ട്രീറ്റ്മെന്റിന് കൊണ്ടുപോവുകയാണ്. അവിടുന്ന് അങ്ങനെ ഓരോ സിംറ്റംസ് ഇങ്ങനെ കാണിക്കൽ തുടങ്ങി, വയറ് വീർക്കലും അങ്ങനെ ഓരോന്ന് കാണിക്കൽ തുടങ്ങിയായിരുന്നു. അപ്പോഴാണ് പിന്നെ ഹോസ്പിറ്റലിലേക്കൊന്നും വരാൻ കൂട്ടാക്കിയായിരുന്നില്ല കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയതാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ അങ്ങനെ കൊണ്ടുപോയി അവിടുന്ന് പിന്നെ കാലിൽ നീര് വരലും അങ്ങനെ ഓരോ ലാസ്റ്റ് സ്റ്റേജിലോട്ടൊക്കെ എത്തിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ചോദിച്ച് ക്യാൻസർ ആയിരുന്നു. ക്യാൻസർ ആയിരുന്നില്ല. ലാസ്റ്റ് റിസൾട്ട് അതല്ല, TB എന്ന അസുഖമാണ്. അതും ലെൻസിന് പിടിച്ച TB ആണ്. ക്ഷയരോഗം പോലത്തെ ഒരു അസുഖമാണ് വന്ന് പെട്ടത്. അതായത് ആ പുണ്ണ് കുറച്ച് മൂത്ത് പോയിട്ട്. അപ്പോൾ ആ ടൈമിന് പിന്നെ തൃശ്ശൂരായി നിൽക്കുന്ന ടൈം ആയപ്പോഴേക്കും എന്താണ് ഇവളുടെ അടുത്തേക്ക് നിൽക്കാൻ വരുന്ന ടൈമും കാര്യങ്ങളൊക്കെ എനിക്ക് എന്തായി, ഉപ്പ അവിടെ ഒറ്റയ്ക്കോ ഉമ്മ അവിടെ ഒറ്റയ്ക്കോ അല്ല പ്രഗ്നന്റ് ആയ മുതലേ എനിക്ക് സത്യം പറഞ്ഞ നേരെ എന്റെ ഒരു കാര്യങ്ങളും, അതായത് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എന്തായാലും എല്ലാവരും നമുക്കെന്താന്ന് വെച്ചാൽ ആ ടൈമിൽ ഞാൻ അങ്ങനെ നിന്നായിരുന്നു. പക്ഷെ എനിക്ക് നിൽക്കാൻ പറ്റിയാൽ അവസാനം ആരെ നിന്ന് അനിയത്തിനെ നിർത്തിയിട്ട് ഉമ്മ ഉപ്പന്റെ അടുത്ത് കൊണ്ടുവരാൻ പോയി. അപ്പൊ ആ ടൈമിലൊന്നും ഉപ്പക്ക് വലിയൊരു കുഴപ്പങ്ങളും കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഹോസ്പിറ്റലിൽ. പക്ഷെ എനിക്ക് എന്താ വെച്ചാൽ അവിടെ ഉമ്മ ഒറ്റക്കാണ്. പിന്നെ ഉപ്പാക്ക് എന്തെങ്കിലും ചക്കര ഉണ്ടെങ്കിലും എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ അങ്ങനെ എന്താണ് ഇപ്പം അതിൻ്റെ ഇടയിൽ ഒരു ദിവസം രാത്രി വന്നിട്ട് ഞാൻ കുട്ടിയെ കണ്ടിട്ട് പോയി സമാധാനം അങ്ങനെയൊക്കെ നോക്കി. ഇങ്ങനെ ആ ഒരു ടൈമിലും ഒരുപാട് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ അനുഭവിച്ചു പോയിട്ട് ഞാൻ ആ എൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സിറ്റുവേഷൻ. എന്താ സിറ്റുവേഷൻ അനക്ക് ഞാൻ അവിടെ എത്തിയില്ല എന്നുള്ള സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് എത്തിയില്ല എന്നുള്ളതും ഇവിടെ ആരാ ഉണ്ടാവുക എന്നുള്ള സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നുപോയി. വാപ്പാൻ്റെ അവസ്ഥകൾ വരുമ്പോഴും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അതൊക്കെ നോർമലായി.
പിന്നെന്താണ്ടായി, പിന്നെ ഇവിടുന്ന് വീട്ടിലോട്ട് എത്തി. പിന്നെ ഇവിടുന്ന് അങ്ങനെ എന്താണ് വലിയ കുഴപ്പമില്ല. നമ്മൾ 30 ദിവസമായിട്ട് അവിടെ കടന്ന് അല്ലേ, നമ്മുടെ മദാരിയിൽ 30 ദിവസം കടന്ന് അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് നമ്മൾ നേരെ കോഴിക്കോട്ടിലോട്ട് ഡോക്ടർമാർ സജസ്റ്റ് ചെയ്ത് ഒന്നും കൂടെ ഗ്യാസ്ട്രോൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അവിടെയെന്ന് വെച്ചാൽ അവിടെ സജസ്റ്റ് ചെയ്ത്. പിന്നെ ഇവിടെ ആയിരുന്നു ചക്കരയും നിജാസിൻ്റെ വീട്ടുകാരൊക്കെ 2 ദിവസം അല്ലേ സ്റ്റേ ചെയ്തിരുന്നത്. കാരണം കോഴിക്കോട് ഇവിടെ എടുത്താവുകൊണ്ട് ഇവിടെ സ്റ്റേ ചെയ്തു. അങ്ങനെ ആഫ്റ്റർ ഇവളുടെ സ്റ്റോറി പറയുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇവള് ആഫ്റ്റർ സ്റ്റോറിയിൽ ഇത്രയും മെലിയാനുള്ളൊരു കാരണം ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ വന്ന ഈ ഒരു സംഭവങ്ങളൊക്കെയാണ്. കാരണം മനസ്സമാധാനം എന്നുള്ള സാധനം കിട്ടിയിട്ടില്ല ഒന്നാമത് അവൾക്ക്. അപ്പോൾ എല്ലാവരും പറയും, ഞാൻ അതാണ് കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയുന്നത്. കാരണം നമുക്കിപ്പോൾ ഞാനാണെങ്കിലും ആരാണെങ്കിലും നമുക്ക് സ്ട്രെങ്ത്, ആണുങ്ങൾക്ക് അതിനുള്ള സ്ട്രെങ്ത് ഉണ്ടാവും. പെണ്ണുങ്ങൾ തടിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിലും ഭക്ഷണം കഴിച്ച് എന്ത് ഭക്ഷണം കൊടുത്താലും അവർക്ക് മനസ്സമാധാനം ഉറക്കവും കാര്യങ്ങളൊക്കെ അല്ലേ കറക്റ്റായിട്ട് കിട്ടിയാലുണ്ട്. കാരണം ഉപ്പാൻ്റെ കാര്യം അറിയുമ്പോഴും അതേമാതിരി എനിക്ക് വന്ന് ശ്രദ്ധിക്കാൻ പറ്റാതെ എനിക്ക് അതേമാതിരി ഇതാകുമ്പോഴും കുട്ടിയെ ഇതാക്കുമ്പോഴും ഒക്കെ പാടെ കൊടുക്കുന്നുണ്ട്. ഡിപ്രഷനായി ഫുഡും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ മാനസികമായിട്ട് പല പ്രശ്നങ്ങളും ഓൾ അനുഭവിച്ചായിരുന്നു. അതിൻ്റെ ആഫ്റ്റർ സ്റ്റോറിയാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഫുഡൊക്കെ കഴിച്ച് റെഡി ആക്കണം അല്ലേ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പുതിയൊരു ഇതിലോട്ട് മാറണം. എന്തായാലും ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം എന്താ, സമാധാനം എന്താണെന്നറിയോ, ഒരു പക്ഷേ ആ ഒരു ബ്ലഡിൻ്റെ കുറവ്, കുട്ടിക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ്റെ കുറവും അതേമാതിരി ആ ഡയറ്റ് ഒന്നും പാടെ മുകളിലായത്, 22 ദിവസം മുകളിലായത് ചിലപ്പോൾ എൻ്റെ ഉപ്പക്ക് പേരക്കുട്ടിയെ കാണാനുള്ള യോഗവും അല്ല. ഒരിക്കലും ആ 22-ാം തീയതി ശരിക്കും ഉള്ള ഡെലിവറി സ്റ്റോറി വരുന്നത്, ഡെലിവറി ഡേറ്റ് വരുന്നത് 25-ഉം ഇവള് പ്രസവിച്ചത് ജൂൺ 4-മാണ്. ജൂൺ 25-ന് പ്രസവിക്കേണ്ട ആള് ജൂൺ 4-ന് പ്രസവിച്ചു. ജൂൺ 25-ന് ഉപ്പ എവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള. ഇപ്പം അത്രയും സിറ്റുവേഷനിൽ കുട്ടിയെ കാണാനും കൂടിയും പറ്റാത്ത സിറ്റുവേഷനിലായിരുന്നു ഉപ്പ ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അത് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പടച്ചോൻ എന്നൊരാൾ വാപ്പാക്ക് രണ്ട് വട്ടം ഒന്ന് വീഡിയോ കോളിൽ ഞാൻ കാണിച്ചു കൊടുത്ത 3 വട്ടം ഉപ്പാക്ക് ആ കുട്ടിയെ കയ്യിലെടുത്ത് മകൻ്റെ കുട്ടിയെ ഒന്ന് താലോലിക്കാനും പെങ്ങളെ കൈ പിടിച്ചു കൊടുക്കാനൊക്കെ ഉള്ള യോഗം വാപ്പാക്ക് പടച്ചോൻ കനിഞ്ഞു കൊടുത്താണ്. ചിലപ്പോൾ വാപ്പൻ്റെ ടൈം അതാണ്. ചിലപ്പോൾ കുട്ടിയും കൂടി വാപ്പാക്ക് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കുട്ടിയെ കാണുമ്പോൾ നമുക്ക് ഇടങ്ങാറാവും. കാരണം എന്താ വെച്ചാൽ കുട്ടീനൊന്നും കാണാൻ പറ്റില്ലല്ലോ, 2 ദിവസമെങ്കിലും വാപ്പ നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കുട്ടിയൊന്ന് തൊടാൻ പറ്റിയെങ്കിലോ എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷെ അതൊക്കെ പടച്ചവരോട് നോക്കുമ്പോൾ വാപ്പാക്ക് അത് കാണാൻ പറ്റി, വാപ്പാനെ നേരെ നോക്കാൻ പറ്റി, നേരെ ചികിത്സിക്കാൻ പറ്റി എന്ന് പറയുമ്പോൾ അതിലും ഒരു റാഹത്തിന്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും വാപ്പ നമ്മൾ വിട്ടു പോകുമ്പോൾ നമുക്കത് വലിയ തീരാ വേദന തന്നെയാണ്. ഇനിയിപ്പോൾ എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യം ജനിച്ചാലും ഒരിക്കൽ മരിക്കണം. ഇനി വാപ്പക്ക് വേണ്ട നമ്മൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇവളുടെ ആഫ്റ്റർ സ്റ്റോറി ഇനി ഇതൊക്കെ തന്നെയല്ല. എൻ്റെ വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ. മനസ്സമാധാനം ഉണ്ടായിട്ടില്ല. ഒന്നാമത് എന്താണ് മനസ്സിനൊരു ഇതുണ്ടായിട്ടില്ല. കാരണം ഒന്നാമത് നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെ അങ്ങോട്ട് പോവുന്നുണ്ട്. ഹോസ്പിറ്റലും കാര്യങ്ങളും മരണവും കാര്യങ്ങളും ഇറങ്ങേറും വേദനയും ഒക്കെ പാടെ ഒരു ഇതിലായിരുന്നു. എന്തായാലും ഇൻഷാ അല്ലാഹ് ആഫ്റ്റർ സ്റ്റോറി ഇങ്ങനെയാണെങ്കിലും ഇനി അൽഹംദുലില്ലാഹ് ഒക്കെ കുട്ടീനെയൊക്കെ കണ്ട് നമ്മൾ അടിച്ചു പൊളിച്ച് ഇതായി വരുന്നുള്ളത് പറയാണ്. ഇനി പ്രത്യേകിച്ചൊന്നും പറയാനല്ല. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അങ്ങനെ പാർട്ട് 1-ഉം പാർട്ട് 2-ഉം പാർട്ട് 3-യും വെച്ച് ഇപ്പം എൻ്റെ കുഴപ്പമില്ലല്ലോ. ആഫ്റ്റർ സ്റ്റോറി എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ. ഫസ്റ്റത്തെ ഡെലിവറി നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസും കൂടിയാണ് അല്ലേ. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാറി. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എക്സ്പീരിയൻസ് ഇതുപോലൊന്നും സംഭവിക്കാതിരിക്കട്ടെ നമ്മളോട് പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ്. കാരണം അല്ലേ നമുക്ക് ഇതുപോലെ സിറ്റുവേഷൻസ് വരുതരുത്. നമ്മൾ കൂടെ ഉള്ളവരാരും എല്ലാവരും മരിക്കണം. പക്ഷെ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ആരും പോരുത് എന്നുള്ളൊരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി അധികമൊന്നും പറയാനില്ല. എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രഗ്നൻസിയും അതേമാതിരി ഡെലിവറിയും ആൻഡ് ആഫ്റ്ററും എല്ലാം പോസ്റ്റ് പാർട്ടും ഡിപ്രഷനും എല്ലാം കൂടെ കടന്ന എല്ലാതും ഇപ്പോൾ ഇവളുടെ പോസ്റ്റ് പാർട്ടും ഡിപ്രഷനാണ് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നൗഫൽ അനുഭവിച്ചൊരു പോസ്റ്റ് പാർട്ടും ഡിപ്രഷനാണ്. നൗഫൽ അനുഭവിച്ച പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അതിൽ പറഞ്ഞില്ല കഴിച്ച്. ഞാൻ അനുഭവിച്ച ഡിപ്രഷൻ വേറെയാണ് അല്ലേ. അല്ല ഇജ്ജ് അനുഭവിച്ചാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞത് നമുക്ക് മാനസികമായിട്ട് ഈ തളർന്നു പോയില്ലേ. ഞാൻ അനുഭവിച്ച ഡിപ്രഷൻ നിങ്ങൾ ആ ഒരു മനുഷ്യന്മാരെ അനുഭവിച്ചിട്ടുണ്ടാവില്ല. കുട്ടീനെ എടുക്കാൻ അറിയില്ല, നോക്കാൻ അറിയില്ല. അതിന്റെ അടുക്ക നമുക്ക് ആരും ഇല്ലെങ്കിൽ ഒരു അവസ്ഥ എന്തേക്കും.
എടുക്കാൻ അറിയില്ല, നോക്കാൻ അറിയില്ല, ഡയപ്പർ മാറ്റാൻ അറിയില്ല. ഒന്നും അറിയില്ല. പക്ഷെ ഇപ്പൊ എടുക്കാൻ അറിയാം. കുട്ടീനെ എടുക്കാൻ കുട്ടി ജനിച്ചതിൽ 2 മണിക്കൂർ ഇടവിട്ട് നമ്മൾ ഫീഡ് ചെയ്യണം. അപ്പൊ അതൊക്കെ അലാറൊക്കെ വെച്ച് എണീച്ചൊക്കെ ഇതാക്കും. പക്ഷെ അതിന്റെ കരച്ചില്, അപ്പൊ അതിനൊന്നും എടുക്കാനോ ഇതാക്കാനോ, പിന്നെ സ്റ്റിച്ചിന്റെ പെയിന് വേറെ. അതിന് എനിക്ക് ആരെങ്കിലും ഒന്ന് കൈക്ക് എടുത്തരണോ ഫീൽ ചെയ്യണമെങ്കിൽ. അങ്ങനെ ഒന്നും എനിക്ക് എടുക്കാനൊന്നും കഴിയില്ലേനി. പിന്നെ അതിങ്ങനെ കരിയുമ്പോ അപ്പോഴും ഉമ്മയാണെന്നൊന്നും ഒരു ബോധം എനിക്ക് വന്നില്ല. കുട്ടികളെ കിടക്കുന്നത് കരിയത് ഇപ്പോഴാണ് ആ ഒരു ബോണ്ടിങ് വന്നത്. ടൈം എടുത്തു അല്ലേ? ഇപ്പൊ റെഡി ആയില്ലേ? ഇപ്പൊ കുട്ടിയുടെ ഡയപ്പറൊക്കെ എങ്ങനെ? ഇപ്പൊ എന്തും ചെയ്യും. അപ്പൊ അതങ്ങനെ തന്നെ, ആദ്യത്തൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. എന്തായാലും അതാ പറഞ്ഞു, ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നില്ല എല്ലാം കൊണ്ടും. ഒരു ഗുഡും ബാഡും പാടും കൂടി ഒരു എക്സ്പീരിയൻസ്. രണ്ടാമത്തതൊക്കെ നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ വേറെ ഡിപ്രഷൻ അല്ല. ഇനിയിപ്പോ രണ്ടാമത്തേന് ഞങ്ങൾക്ക് ഡിപ്രഷൻ വന്ന ഒരൊറ്റ ചവിട്ടാണ് ചവിട്ടായി. കാരണം കുട്ടി ഞങ്ങൾക്ക് എടുക്കാൻ പഠിഞ്ഞ്, കുട്ടിയുടെ ഡയപ്പർ മാറ്റാൻ പഠിഞ്ഞ്, 2 മണിക്കൂർ കൂടുമ്പോ ഫീഡ് ചെയ്യാൻ പഠിഞ്ഞു. ഇനി എന്താണ് ഇനി അടുത്തതിന് അതൊക്കെ ഇനി വീണ്ടും പഠിക്കണോ? ഓരോ ഡെലിവറി വ്യത്യാസം ഉണ്ടാവും. ഫസ്റ്റത്തെ കുട്ടി അതിനിടങ്ങാറാവൊക്കെ അങ്ങനത്തെ ഡിപ്രഷൻ വേറെ വരും. അത് നോക്കും വരും. ഓക്കെ. പിന്നെ ഞാനല്ല പ്രസവിക്കുന്ന ഡിപ്രഷൻ വരാം. ഞാൻ ഇതിലും വലിയ ഡിപ്രഷനിലൂടെ കടന്നിട്ട് അവിടെ നിൽക്കണ വെന്റിലേറ്ററിന്റെ മുന്നിൽ കഴിച്ച് നിൽക്കണ ഒരു ഡിപ്രഷൻ ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ലേബർ റൂമിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു പുതിയൊരു കുട്ടി ഭൂമിയിലോട്ട് വരുന്ന കുട്ടിയുടെ എങ്ങനെയാണ്, കുട്ടി എങ്ങനെയാണ്, ഏതാ രൂപം, വരുന്ന സന്തോഷം, അങ്ങനെയുള്ളൊരു സന്തോഷം. മറ്റേത് വെന്റിലേറ്ററിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മളെന്താ ഉണ്ടാവുക, എന്നേക്കുമായിട്ട് നമ്മളെ കണ്ട് നോക്കി വളർത്തിയ എല്ലാം കൊണ്ട് നമ്മുടെ മുമ്പിലുള്ള നമ്മളെ എന്നേക്കായി വിട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ. ആ വെന്റിലേറ്ററിൽ കയറുമ്പോൾ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം വരുന്ന ഒരു സിറ്റുവേഷൻ. അതൊക്കെ ഇപ്പോഴും നമ്മളെ മൈൻഡിലാണുള്ളത്. ഈ ഒരു 2 സംഭവം ഒരു മനുഷ്യന്റെ ലൈഫിൽ ഒരേ മാസം 2 മാസത്തിന്റെ ഇടയിൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അയാളുടെ സിറ്റുവേഷനൊന്ന് മനസ്സിലാക്കണം. അതും ഹോസ്പിറ്റലിൽ വരാതെ 30 ദിവസം 60 ദിവസം കടന്ന് ആര് മനസ്സിലാക്കിയില്ല എനിക്ക് കുഴപ്പമില്ല. എന്തായാലും ഇൻഷാ അല്ലാഹ് അത്രേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും സ്റ്റോറി കുറച്ച് ട്രാജഡി എല്ലാം ആയിരുന്നു. എന്തായാലും നമ്മുടെ ലൈഫിൽ വലിയ പറ്റതെല്ലാം നല്ലതും ഉണ്ട്, പിന്നെ നമ്മൾ മറക്കാൻ ഹയറാണ്. ഞാൻ പിന്നെ അവസാനം വെന്റിലേറ്ററിലായപ്പോ ഞാൻ പടച്ചവരോട് പറഞ്ഞ എന്താ അറിയോ, പഠിച്ചോനെ ഹയറായത് എന്താണെങ്കിൽ, കാരണം കിഡ്നിക്ക് ബാധിച്ചു എന്ന് പറഞ്ഞപ്പോ ഞാൻ എങ്ങനെയാണ് ഇടവഴിയിലൂടെ വാപ്പാനായിട്ട് ഞാൻ ഏറ്റി വരിക എന്നുള്ളതൊക്കെ എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു. പഠിച്ചോനെ ഹയറാണെങ്കിൽ വാപ്പാനെ ഇടങ്ങാറാക്കാതെ നിങ്ങൾ കൊണ്ടുപോയി എന്ന് വരെ എനിക്ക്. കാരണം ഓരോരുത്തർ വാപ്പാന്റെ ഫാമിലീസ് വന്നിട്ട് വരെ എന്നോട് പറയുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കണം എന്താ വാപ്പാനെ തിരിച്ച് കിട്ടണേ. കാരണം വാപ്പ എന്നുള്ള ഒരാള് 2 മാസം അല്ല 2 വർഷമാണ് ഞാൻ വാപ്പാന്റെ സ്നേഹം, അതായത് നമ്മൾ ഒന്ന് സ്നേഹിച്ചു അതാക്കി നമുക്ക് അതിനൊക്കെ ഒരു അവസരം കിട്ടിയിട്ടില്ല. അപ്പൊ അതിന് മുമ്പ് വിളിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടണം എന്ന് ചിലപ്പോൾ വാപ്പാന്റെ ബാക്കിക്കാർ എന്തും ബാക്കിക്കാരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് ഈ ഹോസ്പിറ്റലിൽ നിന്ന് എത്രയും കൂട്ടി അങ്ങനെയൊക്കെ കുറെ സംസാരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവർക്കൊന്നും വാക്കിന് ചെവി കൊടുത്തില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് വാപ്പ ആങ്ങളെയാണ്, എല്ലാമാണ് രക്തബന്ധം. പക്ഷെ ഞാനെന്നുപരി ഞാൻ വാപ്പന്റെ മകനാണ്. അപ്പോൾ മകന് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാപ്പനെ ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീട്ടിൻ്റെ ഒരു വിളക്കാണ്. അപ്പോൾ വിളക്ക് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് എത്രത്തോളം എന്താണ് നമ്മുടെ കൺമുന്നിൽ നിന്ന് നമുക്കൊരു ചാൻസ് കൊടുക്കാൻ പറ്റിയില്ലല്ലോ, മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള കുറ്റബോധം എനിക്ക് എന്നും ഉണ്ടായി. ഇതിപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ചാൽ വാപ്പനെ പരമാവധി ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരിക്കണം, എല്ലാ വഴികളും ഞാൻ നോക്കിക്കണേ. പക്ഷെ എന്തോ പഠിച്ചോനല്ലേ വലുത്, പഠിച്ചോന്റെ വിളിക്ക് ഉത്തരം നൽകി എല്ലാം അങ്ങോട്ട് ഭൂമിയിൽ നിന്ന് ദുനിയാവിലെ ജീവിതം അവസാനിപ്പിച്ചിപ്പോ അവിടുത്തെ ജീവിതം നന്നായി കൊടുക്കണേ. എല്ലാരും പോണം ഇൻഷാ അല്ലാഹ്. ഒക്കെ ഇതേമാതിരി നല്ലൊരു മാസത്തിലും ആർക്കും വലിയ ഇടങ്ങേറൊന്നും ഇല്ലാതെ വലിയ ബാധ്യതകളൊന്നും ഇല്ലാതെ ആരെയും പറ്റിക്കാതെ ആരെയും ചതിക്കാതെ ആരെയും ഇതാക്കാതെ ഉള്ളൊരിതാണെങ്കിൽ എല്ലാം ഹയറാണ്. അങ്ങനെയൊക്കെ ആവാൻ എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ആമീന്ന് പറയും, ഒന്ന് ഉറക്കനെ പറയും ആമീൻ. ഓക്കെ, എന്തായാലും ഇത്രയുള്ള സ്റ്റോറി. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ ഈ ഒരു സ്റ്റോറി വെച്ചിട്ട് ആരും സിനിമ ടൈമിൽ എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് ഇതാക്കി ഒന്നും അങ്ങനെ നെഗറ്റീവ് അടിക്കേണ്ട ആവശ്യമില്ല. ഇവളുടെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞല്ലോ,
ഭയങ്കര സിറ്റുവേഷൻ. കാരണം പ്രഗ്നന്റ് ആയ മുതൽ ഇതുവരെ എനിക്ക് അതാണ് ഓളൊറ്റക്ക് ഓവർകം ചെയ്ത് പറ്റി. ഞാൻ എന്റെ ഓവർകം ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ എന്റെ ഒരു കുടുംബം മൊത്തം ഒരു മനുഷ്യന്റെ ചുമലിലാവുമ്പോ അവരെയും സന്തോഷത്തോടെ ഇവരെയും ഒരു മനുഷ്യനെ അല്ലേ ഉള്ളൂ. എനിക്ക് അവിടുന്ന് 70-80 കിലോമീറ്റർ ഇങ്ങോട്ട് ഓടിയെത്തി എല്ലാം പാടെ ചെയ്യാ എന്തൊക്കെയോ ആയിട്ട് അങ്ങോട്ട് ഒക്കെ ഒന്ന് കലങ്ങി തെളിഞ്ഞ് നിൽക്കുകയാണ്. എന്തായാലും പഠിച്ചോനൊരു ഇതില്ലാതെ ഇതുവരെ എത്തിച്ചു. എന്തായാലും ഈ സ്റ്റോറിയോട് കൂടി അവസാനിക്കുകയാണ്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാതെ എല്ലാവർക്കും ബൈ.